സ്വാഗതം. നമ്മളിന്ന് കേരളത്തിന്റെ ഐതിഹ്യങ്ങളിലേക്ക്, അതും വളരെ ഇരുണ്ട എന്നാൽ ആകർഷകമായ ഒന്നിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതെ, കള്ളിയങ്കാട്ട് നീലിയുടെ കഥ. വളരെ പ്രസിദ്ധമായ ഒന്നാണ്. നിങ്ങളുടെ മുന്നിലുള്ള ഈ വിവരണം ശരിക്കും സ്നേഹം, കൊടും ചതി, പിന്നെ തലമുറകൾ നീളുന്നൊരു പ്രതികാരം, അങ്ങനെയുള്ളൊരു ലോകമാണിത്. അല്ലി എന്നൊരു ദേവദാസി പെൺകുട്ടി, അവിടെ ചതിച്ച നമ്പി എന്ന പൂജാരി, കൂടെ നിഴലായിട്ടുണ്ടായിരുന്ന സഹോദരൻ അമ്പി. അതെ. ഒടുവിൽ ഭീകരയായ നീലി എന്ന യക്ഷിയായി അവൾ മാറുന്നത്. ഇതിന്റെയൊക്കെ പിന്നിലെ കഥകളും പിന്നെ കാലം മാറിയപ്പോൾ വന്ന വ്യാഖ്യാനങ്ങളും അതൊക്കെ നമുക്കൊന്ന് നോക്കാമെന്ന്. തീർച്ചയായും. ഇതിന്റെ ഒരു സാംസ്കാരിക പശ്ചാത്തലം നമ്മൾ നോക്കണം. പഴയ തിരുവിതാംകൂർ, പിന്നെ തമിഴ്നാടിന്റെ അതിർത്തി ഗ്രാമങ്ങൾ, ഓഹോ, അങ്ങനെയുള്ളൊരു ഇടം. ദേവദാസി സമ്പ്രദായമൊക്കെ നിലവിലുണ്ടായിരുന്നൊരു കാലം. ശരിയാണ്. ഇതുപോലുള്ള കഥകൾ എത്ര കാലം കഴിഞ്ഞാലും നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് മനുഷ്യന്റെ അടിസ്ഥാന വികാരങ്ങളെ തൊടുന്നുണ്ട്, അന്നത്തെ സമൂഹത്തെയും കാണിക്കുന്നുണ്ട്. അതെ. അപ്പോ വെറുമൊരു പേടിപ്പെടുത്തുന്ന കഥ എന്നതിനപ്പുറം ഇതിന്റെ പല തലങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം, അല്ലേ? തീർച്ചയായും. അപ്പൊ കഥ തുടങ്ങുന്നത് പഴയന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ്. പഴയന്നൂർ. അവിടെ ദേവദാസിയായ ചിന്നമുവിന്റെ മകളായിട്ടാണ് അല്ലി ജനിക്കുന്നത്. അവളുടെ ലോകം എന്ന് പറഞ്ഞാല് ആ ക്ഷേത്രപരിസരം തന്നെ. പരിമിതമായൊരു ലോകം. അതെ. കൽവിളക്കുകൾ, കർപ്പൂരത്തിന്റെ മണം, മന്ത്രങ്ങൾ, പാട്ടുകൾ, ഇതൊക്കെ. പുറം ലോകത്തെക്കുറിച്ച് അവൾക്ക് അറിവ് കിട്ടുന്നത് തന്നെ അനുജൻ അമ്പിയിലൂടെയാണ്, അവൻ പറയുന്ന കഥകളിലൂടെ. അതെ. ഇവിടെ ആ ദേവദാസി സമ്പ്രദായത്തിന്റെ ഒരു ചിത്രം കിട്ടുന്നുണ്ട്. ഒരു വശത്ത് കല അഭ്യസിക്കാൻ അവസരമുണ്ട്, ഈശ്വരന് സമർപ്പിച്ച ജീവിതമാണ്. അതേസമയം സമൂഹത്തിൽ നിന്നൊരു അകൽച്ചയുണ്ട്, പരിമിതികളുണ്ട്. അല്ലിയുടെ ലോകം എത്രത്തോളം ചെറുതായിരുന്നുവെന്നും അമ്പി പറയുന്ന ആ കഥകൾക്ക് അവളുടെ ഭാവനയിൽ എന്തുമാത്രം സ്ഥാനമുണ്ടായിരുന്നുവെന്നും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. ശരിയാണ്. അപ്പോ അല്ലി വളർന്നു, വളരെ സുന്ദരിയായ ഒരു യുവതിയായി. അവളുടെ നൃത്തത്തിലുള്ള കഴിവ്, സൗന്ദര്യം, ഇതൊക്കെ പ്രത്യേകിച്ച് ആ ക്ഷേത്രോത്സവത്തിലെ നൃത്തം കഴിഞ്ഞതോടെ നാടാരെ അറിഞ്ഞു, പ്രശസ്തയായി. അതെ. ഈ സമയത്താണ് കഥയിലൊരു മാറ്റം വരുന്നത്. പാണ്ടിനാട്ടിൽ നിന്ന് നമ്പി എന്നൊരു പുതിയ ശാന്തികാരൻ വരുന്നു. നമ്പിയുടെ വരവ്. അയാള് വളരെ സൗമ്യമായ പെരുമാറ്റം, ഭയങ്കര വിനയം, അങ്ങനെ അഭിനയിച്ച് പെട്ടെന്നെല്ലാവരുടെയും, പ്രത്യേകിച്ച് ചിന്നമൂവിന്റെ വിശ്വാസം പിടിച്ചുപറ്റി. അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പ്രശസ്തി അല്ലിക്കൊരു ഭാരമായി മാറുന്നുണ്ട്. ആളുകൾ അവളെ ഒരു ആരാധനാമൂർത്തിയെപ്പോലെ കാണുന്നു. ഓഹോ. വ്യക്തിപരമായ സന്തോഷങ്ങളൊക്കെ നഷ്ടപ്പെടുന്നു. ആ ഒരു സാഹചര്യത്തിലേക്കാണ് നമ്പി വരുന്നത്. ശരി. പുറമെ നല്ല ഭക്തനാണെന്ന് തോന്നുമെങ്കിലും അയാളുടെ ലക്ഷ്യം വേറെയായിരുന്നു. അല്ലിയുടെ സൗന്ദര്യം, പിന്നെ തലമുറകളായി കൈമാറി വന്ന ആ സ്വർണം, സമ്പത്ത്. അതെ. അമ്പിക്ക് പക്ഷേ അല്ലിയുടെ അനുജന് തുടക്കം മുതലേ ഇയാളെ ഒരു സംശയമുണ്ടായിരുന്നു. പക്ഷെ ആരും അതത്ര കാര്യമാക്കിയില്ല. ഇല്ല. നമ്പി വളരെ തന്ത്രപരമായിട്ടാണ് നീങ്ങിയത്. അതെ. അല്ലിയുടെ അമ്മ ചിന്നമൂവിന്റെ വിശ്വാസം നേടാൻ അയാൾ നല്ലോണം ശ്രമിച്ചു. അവരുടെ ആരോഗ്യം മോശമായപ്പോൾ ആ അവസരം അയാൾ ശരിക്കും മുതലെടുത്തു. എങ്ങനെ? സ്നേഹം നടിച്ച്, പിന്നെ തനിക്കൊരു സ്വപ്നദർശനമുണ്ടായി എന്നൊക്കെ പറഞ്ഞു. പഴയന്നൂരപ്പന്റെ കൽപ്പനയാണ് അല്ലിയെ വിവാഹം കഴിച്ച് സംരക്ഷിക്കണമെന്ന്. ഓഹോ, ദൈവത്തെ കൂട്ടുപിടിച്ചു. അതെ. അങ്ങനെ ഒരു കഥയുണ്ടാക്കി ചിന്നമൂവിനെ വിശ്വസിപ്പിച്ചു. അപ്പോ ചിന്നമു രോഗശയ്യയിലായിരുന്നു. അതെ. അമ്മയുടെ സന്തോഷത്തിനു വേണ്ടി, പിന്നെ അവരുടെ നിർബന്ധം കാരണം അല്ലിക്ക് സമ്മതിക്കേണ്ടി വന്നു. അമ്പിയുടെ എതിർപ്പൊന്നും അവിടെ വിലപ്പോയില്ല. ഇല്ല. അന്നത്തെ ഒരു സാമൂഹിക അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഒരു പൂജാരി ദേവദാസിയുടെ മകളെ കല്യാണം കഴിക്കുക എന്നത് അത്ര സാധാരണമല്ല. അല്ല. അപ്പോ ആ തടസ്സങ്ങളൊക്കെ മറികടക്കാൻ അയാളീ ദൈവഹിതം, രഹസ്യം എന്നൊക്കെയുള്ള അടവുകൾ ഉപയോഗിച്ചു. ചിന്നമൂവിന്റെ ഭക്തിയും ആ നിസ്സഹായാവസ്ഥയും ശരിക്കും ചൂഷണം ചെയ്തു. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് വെച്ച് വളരെ രഹസ്യമായിട്ട്, അർദ്ധരാത്രി നമ്പി അല്ലിയെ വിവാഹം കഴിച്ചു. പക്ഷേ വിവാഹം കഴിഞ്ഞതോടെ കഥ മാറിയല്ലേ? അതെ. നമ്പിയുടെ തനി സ്വഭാവം പുറത്തുവന്നു. ചിന്നമുവിന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണമെല്ലാം പതിയെ കൈക്കലാക്കി. ഓഹോ. അല്ലിയെ പിന്നെ പുറത്തിറങ്ങാൻ സമ്മതിച്ചില്ല, നൃത്തം നിർത്തിച്ചു. തടവിനാക്കിയ പോലെ. ഏകദേശം അതുപോലെ. ചിന്നമു മരിച്ചു കഴിഞ്ഞപ്പോൾ നിയന്ത്രണങ്ങൾ വീണ്ടും കൂട്ടി. പഴയന്നൂരിലെ ജീവിതം അയാൾക്ക് മടുത്തു തുടങ്ങി. കാരണം അയാളുടെ ലക്ഷ്യം അതായിരുന്നില്ലല്ലോ, സമ്പത്തും കൊണ്ട് രക്ഷപ്പെടണം. അതെ. അതിന് അല്ലി ഒരു തടസ്സമായി അയാൾക്ക് തോന്നിയിരിക്കണം. അവിടെ പ്രശസ്തി, പിന്നൊരു ദേവദാസിയുടെ മകളെ കല്യാണം കഴിച്ചത്, ഇതൊക്കെ പ്രശ്നമാവൂ എന്ന് കരുതി കാണും.
അതുകൊണ്ട് അവളെ ഇല്ലാതാക്കാൻ അയാൾ തീരുമാനിച്ചു. അതെ. അതിനൊരു വഴിയുണ്ടാക്കി. പാണ്ഡ്യനാട്ടിലെ തന്റെ വീട്ടിലേക്ക് പോകാം, അമ്മയ്ക്ക് അല്ലിയെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം ഭർത്താവിൽ നിന്ന് അങ്ങനൊരു വാക്ക് കേട്ടപ്പോൾ അല്ലി ഒരുപക്ഷെ വിശ്വസിച്ചു കാണും. അതെ, അവൾക്ക് പ്രതീക്ഷ തോന്നി. അമ്പിയെയും കൂടെ കൂട്ടാൻ അവസാനം നമ്പിക്ക് സമ്മതിക്കേണ്ടി വന്നു, മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും. അങ്ങനെ യാത്ര തുടങ്ങി. യാത്രയുടെ തുടക്കത്തിൽ അല്ലിക്ക് സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വഴികളൊക്കെ വിജനമായി തുടങ്ങി. അവൾക്ക് ഭയം തോന്നി. 5-ാമത്തെ ദിവസം അവര് കള്ളിയങ്ങാട് എന്നൊരു ഭീകരമായ കാട്ടിലെത്തി. കള്ളിയങ്ങാട്, ആ പേര് തന്നെ. അതെ, കള്ളിച്ചെടികളും മുൾപടർപ്പുമൊക്കെ നിറഞ്ഞ ഒരു പേടിപ്പിക്കുന്ന നിശബ്ദതയുള്ള സ്ഥലം. അവിടെ വെച്ച് നമ്പി വണ്ടി നിർത്തി. ആ സ്ഥലം തന്നെ. എന്താ പറയാ, വിജനമാണ്, ഒരു ദുശ്ശകുനം തോന്നുന്ന അന്തരീക്ഷം. ഒരു കൊലപാതകം നടത്തി തെളിവില്ലാതാക്കാൻ പറ്റിയ ഒരിടം അയാൾ മനഃപൂർവ്വം തെരഞ്ഞെടുത്തതാണെന്ന് തോന്നുന്നു. ഇവിടെയാണോ വീട് എന്ന് അല്ലി പേടിയോട് ചോദിച്ചു. അപ്പോഴാണ് നമ്പി തന്റെ ശരിക്കുള്ള ഉദ്ദേശം പറയുന്നത്. എന്തായിരുന്നു അത്? ലക്ഷ്യം സ്വർണമായിരുന്നു. അതിനുവേണ്ടി മാത്രമാണ് സ്നേഹിച്ചതും കല്യാണം കഴിച്ചതും എന്ന്. അയ്യോ! ആ വാക്കുകൾ കേട്ട് അല്ലി ആകെ തകർന്നുപോയി. പക്ഷെ പിന്നീട് അവൾക്ക് ദേഷ്യം വന്നു. അവൾ ശപിച്ചു. ശപിച്ചോ? അതെ, എന്നെ കൊന്നാലും എന്റെ ആത്മാവ് നിന്നെ വെറുതെ വിടില്ല, നിന്നെയും നിന്റെ തലമുറയെയും ഞാൻ വേട്ടയാടും എന്ന്. എന്നിട്ടോ? ആ ശാപമൊന്നും അയാൾ കൂട്ടാക്കിയില്ല. നിലത്ത് കിടന്നൊരു കല്ലെടുത്ത് അല്ലിയുടെ തലക്കടിച്ചു കൊന്നു. ദൈവമേ! തടയാൻ വന്ന അമ്പിയെ ചവിട്ടി വീഴ്ത്തി. ചേച്ചിയുടെ മരണം കണ്ടു നിൽക്കാനാവാതെ അമ്പി അടുത്തുള്ള മരത്തിൽ തൂങ്ങി മരിച്ചു. രണ്ടുപേരും? അതെ. അല്ലിയുടെ ദേഹത്തുണ്ടായിരുന്ന അവസാന സ്വർണവും ഊരിയെടുത്ത് ശവശരീരം ഒരു പാറയിടുക്കിലേക്ക് തള്ളി. ഒരു ഭാവവ്യത്യാസവുമില്ലാതെ നമ്പി ആഭരണങ്ങളുമായി പോയി. അയാളുടെ ക്രൂരത, നിസ്സംഗത അതാ നിമിഷം വ്യക്തമായി. കഥയുടെ അടുത്ത ഭാഗം നടക്കുന്നത് ചോള സാമ്രാജ്യത്തിലാണ്. കാലം മാറി, സ്ഥലം മാറി. മക്കളില്ലാതിരുന്ന രാജാവിനും രാജ്ഞിക്കും ഇരട്ട കുട്ടികൾ ജനിച്ചു. നീലനെന്നും നീലിയെന്നും പേരിട്ടു. കൊട്ടാരത്തിൽ സന്തോഷമായി കാണും. തുടക്കത്തിൽ അതെ. പക്ഷെ കുട്ടികൾ വളർന്നപ്പോ ചില അസാധാരണ സ്വഭാവങ്ങൾ കാണിച്ചു തുടങ്ങി. എന്തൊക്കെയായിരുന്നു അത്? വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കില്ല. പച്ചമാംസത്തിനോടൊരു പ്രത്യേക താൽപ്പര്യം, മൃഗങ്ങളെ ഉപദ്രവിക്കുക. ഓഹോ! ഇതൊക്കെ ഇവിടെയാണ് ആ പുനർജന്മം എന്ന ആശയം വരുന്നതല്ലേ? അതെ. അല്ലിയുടെയും അമ്പിയുടെയും ആത്മാക്കൾ അവരുടെ ആ വേദനയും പ്രതികാരദാഹവുമായി വീണ്ടും ജനിച്ചതാണ്. അവരുടെ ആ മനുഷ്യസഹജമല്ലാത്ത സ്വഭാവങ്ങൾ, ക്രൂരത, വികാരമില്ലായ്മ, അതൊക്കെ അവരുടെ യഥാർത്ഥ രൂപത്തിലേക്കുള്ള മാറ്റത്തിന്റെ ഒരു സൂചനയായിരുന്നു. ഇത് കൊട്ടാരത്തിലൊരു പേടിയുണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കി. കൊട്ടാരത്തിലെ പശുക്കളൊക്കെ രക്തം വാർന്ന് ചത്തുകിടക്കാൻ തുടങ്ങി. അതോടെ സ്ഥിതി വഷളായി. എന്നിട്ട് രാജഗുരുവിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഈ കുട്ടികൾ മനുഷ്യരല്ല, ചതിക്കപ്പെട്ടു മരിച്ച, പ്രതികാരം ചെയ്യാൻ വന്ന ആത്മാക്കളാണെന്ന്. രാജഗുരു അത് കണ്ടെത്തി. അതെ. രാജ്യത്തിന്റെ നല്ലതിനു വേണ്ടി രാജാവ് അവരെ ഘോരവനത്തിൽ ഉപേക്ഷിക്കാൻ പറഞ്ഞു. നാടുകടത്തി. അതെ. അവരുടെ അമാനുഷികമായ അപകടകരമായ സ്വഭാവം മനുഷ്യർക്കിടയിൽ പറ്റില്ല എന്ന് രാജാവിന് മനസ്സിലായി. കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ടവർ പിന്നെ എങ്ങോട്ട് പോയി? അവരുടെ ഉള്ളിൽ എന്തോ ഒരു തോന്നൽ. അതവരെ നയിച്ചത് മരണസ്ഥലമായ കള്ളിയങ്കാട്ടേക്കാണ്. തിരിച്ചങ്ങോട്ട് തന്നെ? അതെ. അവിടെ വെച്ചാണ് അവരുടെ ശരിക്കുള്ള രൂപം പുറത്തുവരുന്നത്. എങ്ങനെ? നീലി ഒരു ഭീകരരൂപിയായ യക്ഷിയായി മാറി. യക്ഷി? പ്രതികാരം മാത്രം മനസ്സിലുള്ള, അമാനുഷിക ശക്തികളുള്ള ഒരു ആത്മാവ്. കേരളത്തിലെ ഐതിഹ്യങ്ങളിലൊക്കെ കാണുന്ന പോലെ പേടിപ്പെടുത്തുന്ന, എന്നാൽ ചിലപ്പോൾ ആരാധിക്കപ്പെടുന്ന ഒരു രൂപം. അവളുടെ തൊലിയൊക്കെ വിളറി, കണ്ണുകൾ ചുവന്നു, കോമ്പല്ലുകൾ പുറത്തേക്കു വന്നു. അങ്ങനെ ഒരു രൂപം. നീലനോ? നീലൻ അവളുടെ കാവൽക്കാരനായി, നല്ല കരുത്തനായ കാവൽക്കാരൻ. നീലി അടുത്തുള്ള ഒരു കള്ളിപ്പാല മരത്തിൽ വാസമുറപ്പിച്ചു. കള്ളിപ്പാല മരം യക്ഷികളുമായി ബന്ധപ്പെടുത്തി എപ്പോഴും കേൾക്കുന്ന ഒന്നാണത്. അതെ. ഈ രൂപമാറ്റം എന്ന് പറയുന്നത് വെറുമൊരു ഭീകരരൂപമാകുകയല്ല, പ്രതികാരം ചെയ്യാൻ വേണ്ട ശക്തി നേടുകയാണല്ലേ, മനുഷ്യന്റെ പരിമിതികളൊക്കെ വിട്ട്. അതെ, ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ്. അതോടെ കള്ളിയങ്കാട് ശരിക്കും ഒരു ഭീകര പ്രദേശമായി മാറി. പേടിപ്പെടുത്തുന്നൊരിടം. സന്ധ്യ കഴിഞ്ഞാൽ നീലി ആ കള്ളിപ്പാല മരത്തിലിരുന്ന് പാട്ടുപാടും. നല്ല മധുരമായ പാട്ട്. യാത്രക്കാരെ ആകർഷിക്കാൻ. അതെ. ആ പാട്ട് കേട്ടു വരുന്നവരെ വശീകരിച്ച് അടുത്തുവരുത്തി രക്തമൂറ്റി കുടിച്ചു കൊല്ലും. നീലൻ കാവലും നിൽക്കും. കള്ളിയങ്കാട്ടെ നീലി ഒരു പേടിസ്വപ്നമായി. അതെ. ഈ വശീകരിക്കുന്ന
എന്നാൽ അപകടകാരിയായ സ്ത്രീരൂപം അത് പല നാടോടി കഥകളിലും നമ്മൾ കാണുന്നൊരു തീമാണ്. ശരിയാണ്. ഇവിടെ നീലിയുടെ ഓരോ കൊലപാതകവും വെറുമൊരു ക്രൂരത എന്നതിലുപരി അവളുടെ യഥാർത്ഥ ശത്രുവിനെ, നമ്പിയെ, കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടിയാണ്. അവളുടെ ദാഹം ശരിക്കും നമ്പിയുടെ രക്തത്തിനു വേണ്ടിയുള്ളതാണ്. അതേസമയം നമ്പി എവിടെയായിരുന്നു? നമ്പി മധുരയിലെത്തിയിരുന്നു. പേരുമാറ്റി ആനന്ദൻ ചെട്ടിയാർ എന്ന പേരിൽ വലിയൊരു വ്യാപാരിയായി. ഓഹോ, പുതിയ ജീവിതം തുടങ്ങി. അതെ, കുടുംബമൊക്കെയായി ജീവിക്കുകയായിരുന്നു. പഴയതൊക്കെ അയാൾ മറന്നുപോയിരുന്നു. അങ്ങനെയിരിക്കെ ഒരു വലിയ കച്ചവടം ആവശ്യം വന്നു. കാഞ്ചീപുരത്തേക്ക് പോകണം. കാഞ്ചീപുരത്തേക്ക് ഏറ്റവും എളുപ്പമുള്ള വഴി കള്ളിയങ്കാട്ടിലൂടെയാണ്. വീണ്ടും ആ വഴിയിലേക്ക് തന്നെ എത്തുന്നു. അതെ, ആളുകൾ മുന്നറിയിപ്പ് കൊടുത്തു, നീലിയെക്കുറിച്ച് പറഞ്ഞു. പക്ഷെ അയാൾ അതൊക്കെ പുച്ഛിച്ചു തള്ളി. അഹങ്കാരം. അതെ, സന്ധ്യസമയത്ത് ഒറ്റയ്ക്ക് ആ കാട്ടിലേക്ക് കടന്നു. ഇവിടെയാണ് വിധിയെന്ന് പറയുന്നത്. അയാളുടെ അഹങ്കാരം, പണത്തിനോടുള്ള ആർത്തി, അതൊക്കെ അവനെ നീലിയുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു. വർഷങ്ങൾക്ക് മുൻപ് അല്ലി പറഞ്ഞ ശാപം അത് ഫലിക്കാൻ പോകുകയാണ്. കാലം അവനെ തിരിച്ച് കള്ളിയങ്കാട്ടിലേക്ക് കൊണ്ടുവന്നു. കാട്ടിൽ അധികം ദൂരം പോയില്ല. അപ്പോഴേക്കും നമ്പി ആ പാട്ട് കേട്ടു. നീലിയുടെ പാട്ട്. അതെ, നല്ല മധുരമായ ശബ്ദം. ആ ശബ്ദം തേടി ചെന്നപ്പോൾ ഒരു മരച്ചുവട്ടിൽ അതിസുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു. അല്ലിയുടെ രൂപം. അതെ, വർഷങ്ങൾക്ക് മുൻപ് താൻ കൊന്ന അതേ രൂപം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു വഴിതെറ്റിപ്പോയെന്ന്. നമ്പി വിശ്വസിച്ചോ? അയാൾ അവളെ ആശ്വസിപ്പിച്ചു, കൂടെ നടന്നു. അവൾ അയാളെ കൊണ്ടുപോയത്. അവൾ അയാളെ നയിച്ചത് അയാൾക്ക് പണ്ട് പരിചിതമായ ഒരു പാറക്കെട്ടിലേക്കാണ്. അല്ലിയെ കൊന്ന അതേ സ്ഥലം. അതെ, അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാണ് അവൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പേര് ആനന്ദൻ ചെട്ടിയാർ എന്നാണല്ല, പക്ഷേ നിങ്ങളുടെ യഥാർത്ഥ പേരതല്ലല്ലോ, നമ്പി. ആ ചോദ്യം. അതോടെ നമ്പിയുടെ ധൈര്യമെല്ലാം പോയി. നിനക്കെന്റെ പഴയ പേരെങ്ങനെ അറിയാം എന്നയാൾ വിറച്ചുകൊണ്ട് ചോദിച്ചു. അപ്പോ അവളുടെ മുഖഭാവം മാറി. ആ സൗന്ദര്യമെല്ലാം പോയി. ഒരു ഭീകരത വന്നു. അവള് പറഞ്ഞു, നിന്റെ പേര് മാത്രമല്ല നമ്പി, എനിക്കെല്ലാം ഓർമ്മയുണ്ട്. എല്ലാം. പഴഞ്ഞൂർ ക്ഷേത്രം, എന്റെ അമ്മയെ ചതിച്ചത്, എന്നെ സ്നേഹം നടിച്ച് കല്യാണം കഴിച്ചത്, ഈ കാട്ടിലേക്ക് കൊണ്ടുവന്നത്, ഈ പാറയിൽ വെച്ച് എന്റെ തലക്കടിച്ചത്, എന്റെ അനിയനെ കൊന്നത്, എല്ലാം. അവളുടെ ശബ്ദം ഒരു അലർച്ചയായി മാറി. ആ നിമിഷം നമ്പി തിരിച്ചറിഞ്ഞു, മുന്നിലിരിക്കുന്നത് യക്ഷിയാണെന്ന്, അല്ലിയുടെ ആത്മാവാണെന്ന്. അതെ, കഥയിലെ ആ ഒരു ഡ്രമാറ്റിക് ഐറണി, പ്രതികാരം പൂർത്തിയാവുകയാണ്. ഒഴിവാക്കാൻ പറ്റാത്ത വിധി നടപ്പിലാവുന്നു. പേടിച്ചോടാൻ നോക്കിയ നമ്പിയെ നീലൻ തടഞ്ഞു. കാവൽക്കാരൻ. നീലി ഒരു കാറ്റുപോലെ വന്ന് അയാളുടെ കഴുത്തിൽ പിടിച്ചുയർത്തി. അയാള് രക്ഷപ്പെടാൻ നോക്കിയോ? എന്റെ കയ്യിലുള്ള സമ്പത്തെല്ലാം തരാമെന്നൊക്കെ യാചിച്ചു നോക്കി. പക്ഷേ നീലിക്കത് വേണ്ടല്ലോ. അവള് പറഞ്ഞു, എനിക്ക് നിന്റെ സമ്പത്തല്ല വേണ്ടത്, എന്റെ ജീവനാണ് നീ എടുത്തത്, അതിനു പകരം നിന്റെ ജീവൻ വേണം എന്നട്ടഹസിച്ചുകൊണ്ട് അവൾ അയാളുടെ കഴുത്തിൽ കോമ്പല്ല് താഴ്ത്തി. രക്തം ഊറ്റിക്കുടിച്ചു. അതെ, പ്രതികാരം പൂർത്തിയാക്കി. വളരെ വളരെ ശക്തമായ ഒരു കഥാന്ത്യം. അതെ, എന്നാൽ ഈ കഥയുടെ അർത്ഥം, അതിന്റെ വ്യാഖ്യാനം കാലം കഴിഞ്ഞപ്പോൾ മാറിയിട്ടുണ്ടല്ലേ? തീർച്ചയായും. തുടക്കത്തിൽ ഇതൊരു, ശരിക്കും പറഞ്ഞാൽ, പേടിപ്പെടുത്തുന്ന യക്ഷിക്കഥ മാത്രമായിരുന്നു. രാത്രി യാത്ര ചെയ്യരുത്, അപരിചിതരെ വിശ്വസിക്കരുത് എന്നൊക്കെയുള്ളൊരു മുന്നറിയിപ്പ് പോലെ. അതെ, നീലി ഒരു വില്ലത്തിയായിരുന്നു, തിന്മയുടെ പ്രതീകം. എന്നാൽ പിന്നീട് പ്രത്യേകിച്ച് പുതിയ വായനകളിലൊക്കെ നീലിയെ വെറുമൊരു ഭീകരജീവിയായിട്ടല്ല കാണുന്നത്, അവളെ ഒരു ഇരയായിട്ട് കാണാൻ തുടങ്ങി. ചതിക്കപ്പെട്ടൊരു സ്ത്രീയായിട്ട്. അതെ, പുരുഷാധിപത്യ സമൂഹത്തിൽ ചതിക്കപ്പെട്ട് കൊല്ലപ്പെട്ട അല്ലി എന്ന പെൺകുട്ടിയുടെ അടങ്ങാത്ത ദേഷ്യം, അതാണ് നീലിയുടെ പ്രതികാരമെന്ന് വ്യാഖ്യാനിക്കാൻ തുടങ്ങി. അപ്പാ കഥയുടെ ഫോക്കസ് മാറി. ശ്രദ്ധേയമായ കാര്യം അതാണ്. പണ്ട് പുരുഷന്മാർക്കുള്ളൊരു പേടിപ്പെടുത്തുന്ന കഥയായിരുന്നത്, ഒരു മുന്നറിയിപ്പായിരുന്നത്. ഇന്ന് സ്ത്രീകളുടെ അടിച്ചമർത്തപ്പെട്ട രോഷത്തിന്റെയും ആ പ്രതികാരത്തിന്റെയും ഒരു പ്രതീകമായിട്ട് വായിക്കപ്പെടുന്നു. അതായത് ചതിക്കപ്പെട്ട സ്ത്രീത്വത്തിന്റെയും അടിച്ചമർത്തലിനെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പിന്റെയും പ്രതീകമായി നീലി മാറി. ശരിയാണ്. സ്ത്രീകളുടെ ദേഷ്യത്തെയും പ്രതികാരത്തെയുമൊക്കെ മോശമായി കണ്ടിരുന്ന ഒരു കാലത്ത് നീലിയുടെ കഥ ആ ഒരു കാഴ്ചപ്പാടിനെ ചോദ്യം ചെയ്യാനുള്ളൊരു ഉപാധി കൂടിയായി മാറി. ആധുനിക കാലത്തോ? ആധുനിക പുനരാഖ്യാനങ്ങളിൽ ഇപ്പോ ചില സിനിമകളിലൊക്കെ സൂചനകളുണ്ട്, ലോക സിനിമയിലൊക്കെ. അതെ, നീലിക്ക് ഒരുതരം സൂപ്പർ ഹീറോ പരിവേഷം പോലും കൊടുക്കുന്നുണ്ട്, അനീതിക്കെതിരെ പോരാടുന്ന ഒരു ശക്തി. അപ്പോ ഐതിഹ്യങ്ങൾക്ക് കാലത്തിനനുസരിച്ച് മാറാൻ പറ്റും. തീർച്ചയായും. ഐതിഹ്യങ്ങൾ വെറും കെട്ടുകഥകളല്ല,
അത് സാമൂഹിക മാറ്റങ്ങളെ പ്രതിഫലിപ്പിക്കും. കാലത്തിനനുസരിച്ച് പുതിയ അർത്ഥങ്ങൾ അതിന് വരും. അതൊരു ജീവനുള്ള സാംസ്കാരിക രൂപമാണ്. നീലിയുടെ ആ മാറ്റം ഭീകരതയിലേക്കല്ല, അനീതിക്കെതിരെ പോരാടാനുള്ള ശക്തിയിലേക്കുള്ള മാറ്റമായാണ് ഇന്നു പലരും അതിനെ കാണുന്നത്. അപ്പോ അള്ളിയുടെ ആ നിഷ്കളങ്കതയിൽ തുടങ്ങി നീലിയുടെ ഭീകരമായ പ്രതികാരത്തിൽ അവസാനിച്ച ഈ ഐതിഹ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഈയൊരു വിശദീകരണം ഇവിടെ തീരുകയാണ്. ചതി, നീതി നിഷേധിക്കപ്പെടുന്നത്, പ്രതികാരത്തിന്റെ തീവ്രത, പിന്നെ കാലം മാറുമ്പോൾ കഥകൾക്ക് വരുന്ന പുതിയ മാനങ്ങൾ, ഇതൊക്കെ നമ്മൾ സംസാരിച്ചു. അതെ. ഒരുപക്ഷെ ഈ കഥ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരാം. നീതി കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ നിഷേധിക്കപ്പെടുമ്പോൾ ഒരു ഇരയുടെ പ്രതികാരം എത്രത്തോളം ശക്തമാകാം? ഒരുപക്ഷെ അനിവാര്യമാകുമോ അത്? നല്ല ചോദ്യമാണ്. പ്രതികാരം ചെയ്യുമ്പോൾ ആ ഇര സ്വയം ഒരു വില്ലനായി മാറുന്നുണ്ടോ? അതോ സാഹചര്യങ്ങളുണ്ടാക്കിയ ഒരു ദുരന്ത കഥാപാത്രമായി അവശേഷിക്കുമോ? നീലിയുടെ കഥ പോലുള്ള ഐതിഹ്യങ്ങൾ അവ വെറുതെ പേടിപ്പിക്കുക മാത്രമല്ല ചെയ്യുന്നത്. അവ തലമുറകളായി കൈമാറി വരുന്ന ചില സാമൂഹികമായ പേടികൾ, മനുഷ്യന്റെ ഉള്ളിലുള്ള വികാരങ്ങൾ, നീതിയെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതൊക്കെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ശരിയാണ്. ഇത്തരം കഥകൾ നമ്മുടെയൊക്കെ സാംസ്കാരികമായ കാഴ്ചപ്പാടുകളെ എങ്ങനെയാണുണ്ടാക്കുന്നത്, കാലം മാറുമ്പോൾ അതിന്റെ അർത്ഥം എങ്ങനെ മാറുന്നു എന്നൊക്കെ ആലോചിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു.